ടു എംഫേവർ ലേണിംഗ് ആപ്പ്. വരാനിരിക്കുന്ന IB/ACIO പരീക്ഷയ്ക്ക് 20 മാർക്കാണ് ടയർ 1 പരീക്ഷയ്ക്കായിട്ട് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് നമുക്കുള്ളത്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതും സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമ്മൾ ഫാക്റ്റ് പഠിച്ചെടുക്കുകയാണ്. കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയാണ്. സെൻട്രൽ ലെവൽ എക്സാംസ് ഏത് രീതിയിലാണോ ഇംഗ്ലീഷ് വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസൃതമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സെഷന്റെ PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. എംഫേവർ കേരള PSC എന്ന നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കും. എംഫേവർ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്താൽ അതുവഴിയും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓൾറെഡി എല്ലാവരുടെ കയ്യിൽ അതുണ്ട്. ശരി, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ ഡാഷ് ഓഫ് റാറ്റ്സ്. ഓപ്ഷൻസ് ഉണ്ട്: കോളനി, പ്ലേഗ്, ക്ലംപ്, ഷോൾ. കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ്, അതായത് റാറ്റ്സിനെ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന നൗൺ, നാമം എന്താണ് എന്നാണ് ചോദ്യം. പലരുടെയും മനസ്സിൽ ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് A അല്ലെങ്കിൽ B ആണ്. എല്ലാവർക്കും എന്തെന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പരിശോധിച്ചാലോ? അവിടെ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. എന്താണ്? കോളനി എന്നുള്ളതാണ്. ഓക്കെ, കോളനി. അപ്പോ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം നിങ്ങൾക്ക് നോക്കാം. കോളനി ആയിരുന്നോ പ്ലേഗ് ആയിരുന്നു എന്നുള്ളതായിരുന്നു എല്ലാവർക്കും സംശയം. പ്ലേഗ് എന്ന് പറയുന്നത് എന്തിന്റെ കളക്റ്റീവ് നൗണാ? ലോക്കസ്റ്റ്. അതായത് ഈ കിളികളുണ്ടല്ലോ, കിളികൾ, ലോക്കസ്റ്റ്, അവയുടെ കളക്റ്റീവ് നൗൺ ആണ് പ്ലേഗ്. കോളനി റാറ്റ്സ്, ആൻസ്, ഉറുമ്പിന്റെ ഒക്കെ കളക്റ്റീവ് നൗൺ കോളനി ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എക്സാംസിന് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട കളക്റ്റീവ് നൗൺസ്: മങ്കീസ്, ട്രൈബ് എന്നാണ് പറയുന്നത്. എ ട്രൈബ് ഓഫ് മങ്കീസ്. ഫ്ലോക്സ്. ഫ്ലോക്സ് എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ. ഗോട്ട്സ്, ഷീപ്പ്, ഡക്സ്, കാമൽസ്, ബേർഡ്സ്, പീജിയൻസ്, ടൂറിസ്റ്റ്. റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഫ്ലോക്കും ഹേർഡും റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഫ്ലോക്ക് എന്ന് പറയുന്നത് ഗോട്ട്സ്, ഷീപ്പ്, ഡക്സ്, കാമൽസ്, ബേർഡ്സ്, പീജിയൻസ്, ടൂറിസ്റ്റ്. എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്. ഹെർഡ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. അത് ഹെർഡ് എന്ന് പറയുമ്പോൾ എലിഫന്റിന്റെ കാര്യത്തിലും എലിഫന്റ്സ്, ഡിയർ എന്നിവയുടെ കളക്റ്റീവ് നൗൺ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. എ ഹെർഡ് ഓഫ് എലിഫന്റ്സ്, എ ഹെർഡ് ഓഫ് ഡിയർ. അപ്പൊ ശ്രദ്ധിക്കുക, ഗോട്ട്സും ഷീപ്പിന്റെയും കളക്റ്റീവ് നൗൺ ഫ്ലോക്ക് എന്ന് ഇരിക്കുകയാണ്. ഡിയറിന്റെ നമ്മൾ ഹെർഡ് എന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ പിഗ്, കൗസ്, കാറ്റിൽ എന്നിവയുടെ കളക്റ്റീവ് നൗണും ഹെർഡ് തന്നെയാണ്. കോളനി ഏതിന്റെയൊക്കെയാണ് നോക്കാം. റാറ്റ്സ്, റാബിറ്റ്സ്, ബാറ്റ്സ്, ഫ്രോഗ്സ്, ആൻസ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് എ കോളനി ഓഫ് ആൻസ് ആണ്. വാസ്പ്സ്, പെൻഗ്വിൻസ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, എ കോളനി ഓഫ് റാറ്റ്സ്. അപ്പൊ കോളനി എന്തിന്റെയൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ്? റാറ്റ്സ്, റാബിറ്റ്സ്, ബാറ്റ്സ്, ഫ്രോഗ്സ്, ആൻസ്, വാസ്പ്സ് ആൻഡ് പെൻഗ്വിൻസ്. സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഉപയോഗിക്കുന്നത് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ആയിട്ടാണ്. ശ്രദ്ധിക്കണം, ഷോൾ, സ്കൂൾ അല്ലെങ്കിൽ ഷോൾ. നമ്മുടെ ഓപ്ഷൻ ഡി ഷോൾ എന്നായിരുന്നു അല്ലെ. അത് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ആണ്. ഫിഷിന് രണ്ട് പ്രധാനപ്പെട്ട കളക്റ്റീവ് നൗൺസ് ആണ് ഉള്ളത്. ഒന്ന് സ്കൂളും മറ്റൊന്ന് ഷോൾ. ഡോൾഫിൻസിന്റേത് എ പോർട്ട് ഓഫ് ഡോൾഫിൻസ്, എ പ്ലാഗ് ഓഫ് ലോക്കസ്റ്റ്, വെട്ടുകിളികൾ, എ പാക്ക് ഓഫ് ഡോഗ്, എ പാക്ക് ഓഫ് കാർട്സ് എന്നൊക്കെ പറയാറുണ്ട്. എ ഡെൻ ഓഫ് സ്നേക്സ്, എ ഡെൻ ഓഫ് സ്നേക്സ്, എ ക്ലംപ് ഓഫ് ബാംബൂസ്. ഓപ്ഷൻ സി ആയിരുന്നു ക്ലംപ്. ദെൻ
ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ലെവൽ എക്സാം ഏതൊക്കെയുണ്ടോ, ഈവൻ കേരള PSC എക്സാമിന് പോലും ചോദിച്ചിട്ടുള്ളതാണ്. പോലീസ്മെൻ, പോലീസുകാരുടെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പോസെ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒഫിഡിയോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഡാഷ്, മണി, പോയിസൺ, സ്നേക്സ്, വിൻഡ്. ഒഫിഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. എന്താണ് ഫോബിയ മീൻസ് ഫിയർ. ഓക്കെ, അപ്പൊ എന്തിനോടുള്ള ഒരു പേടിയാണ് ഒഫിഡിയോഫോബിയ. സ്വാഭാവികമായിട്ടും മണിയോട് ആർക്കെങ്കിലും പേടിയുണ്ടോ? പോയിസൺ, അത് പ്രത്യേകിച്ച് അങ്ങനെ പേടി വരേണ്ട ആവശ്യമില്ല. നമ്മളായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പേടിയില്ലാത്തതുകൊണ്ട് കഴിക്കുന്നു. വിൻഡിനോട് അത്ര വലിയ പേടി, കൊടുങ്കാറ്റാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഒന്നും അറിയത്തില്ല എങ്കിൽ കൂടിയിട്ടും ഞാൻ ഓപ്ഷൻ സിയിലേക്ക് പോകും. കാരണം എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പേടി സ്നേക്സ് തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പേടി സ്നേക്സ്. പേടി എന്ന് പറയുമ്പോൾ എനിക്ക് ഓപ്ഷൻ സിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഒഫിഡിയോഫോബിയ മീൻസ് ഫിയർ ഓഫ് സ്നേക്സ്. അപ്പോൾ നമ്മുടെ പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഫോബിയാസ് നമുക്ക് നോക്കാം. ആൽഗോഫോബിയ, അതായത് ഫിയർ ഓഫ് പെയിൻ, വേദനയോടുള്ള പേടി. ആൽഗോഫോബിയ. പോയിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ടോക്സിക് ആണ്. ടോക്സിഫോബിയ. ഒഫിഡിയോഫോബിയ മീൻസ് ഫിയർ ഓഫ് സ്നേക്സ്. അനിമോഫോബിയ, അനിമോമീറ്റർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് വിൻഡിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ അനിമോഫോബിയ വിൻഡ്. ഇനി ക്രെമറ്റോഫോബിയ, എന്താണ് ക്രെമറ്റോഫോബിയ? അത് വന്നിട്ടാണ് മണി. അധികം ആർക്കും മണിയോട് പേടിയൊന്നുമില്ല. ഓക്കെ, ക്രെമറ്റോഫോബിയ, മണി. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നും കൂടി, ആൽഗോഫോബിയ ഫിയർ ഓഫ് പെയിൻ, ടോക്സിഫോബിയ ഫിയർ ഓഫ് പോയിസൺ, ഒഫിഡിയോഫോബിയ ഫിയർ ഓഫ് സ്നേക്സ്, അനിമോഫോബിയ ഫിയർ ഓഫ് വിൻഡ്, ക്രെമറ്റോഫോബിയ ഫിയർ ഓഫ് മണി. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അങ്ങേ തവണ ചോദിച്ച ഒരു ചോദ്യം നോക്കാം. സിമോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഡാഷ്, വാട്ടർ, വേവ്സ്, മെൻ, വിമൻ. എന്തിന്റെ പേടിയാണ് സിമോഫോബിയ എന്ന് പറയുന്നത്? അല്ലെ, കടലിലൊക്കെ ചെറിയ തിരമാലകൾ അല്ലെങ്കിൽ ചെറിയ വേവ്സ് ഒക്കെ പെട്ടെന്ന് നമ്മൾ പുറകോട്ട് ഓടാറില്ലേ? സെയിം. ഓപ്ഷൻ ബി വേവ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി വേവ്സ് ആണ്. ഇതാണ് സിമോഫോബിയ. ഫിയർ ഓഫ് വേവ്സ് ആണ് സിമോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോബിയ ചോദിച്ചിട്ടുള്ളതാണ്. സിമോഫോബിയ ഫിയർ ഓഫ് വേവ്സ്. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ വാട്ടർ ആണ്. വാട്ടർ അതിന്റെ ഫിയർ ആണ് ഹൈഡ്രോഫോബിയ. ഇനി പെണ്ണിനോടുള്ള പേടി, സ്ത്രീയോടുള്ള പേടിയാണ് ഗൈനോഫോബിയ. ഗൈനോ ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, ഗൈനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വിമൺ ആണല്ലോ. ഗൈനോഫോബിയ ഇവിടെ വെച്ച് പഠിക്കണം. ഗൈനോഫോബിയ വിമൺ. ഇനി ആൻഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ മെന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പേരാണ്. ആൻഡ്രോഫോബിയ ഫിയർ ഓഫ് മെൻ. ഇനി ആന്ത്രോഫോബിയ, ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആന്ത്രോപോളജി, പീപ്പിൾ, ഫിയർ ഓഫ് പീപ്പിൾ ആണ് ആന്ത്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമോഫോബിയ ഫിയർ ഓഫ് വേവ്സ്, ഹൈഡ്രോഫോബിയ ഫിയർ ഓഫ് വാട്ടർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഗൈനോഫോബിയ ഫിയർ ഓഫ് വിമൻ, ആൻഡ്രോഫോബിയ ഫിയർ ഓഫ് മെൻ, ആന്ത്രോപോളജി ഓർത്തോളം, ആന്ത്രോഫോബിയ ഫിയർ ഓഫ് പീപ്പിൾ. ഓക്കെ, then comes നാലാമത്തെ ചോദ്യം കേട്ടോ. ഡാഷ് ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഇൻ ഡാഷ് ബേ ഓഫ് ബംഗാൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ദി നോ ആർട്ടിക്കിൾ, ദി നോ ആർട്ടിക്കിൾ, നോ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ഡി എന്നിവയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഇൻ ഡാഷ് ബേ ഓഫ് ബംഗാൾ. ആൻഡമാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ദ്വീപുകളുള്ള ഒരു പ്രദേശമാണ് ആൻഡമാൻസ്. ദാറ്റ് മീൻസ് അതൊരു ദ്വീപ സമൂഹമാണ് അല്ലെ, ഒരു ദ്വീപ സമൂഹമാണ്. ഒരൊറ്റ ദ്വീപാണോ ആൻഡമാൻ എന്ന് പറയുന്നത്? ഒരൊറ്റ ദ്വീപാണോ? അല്ല, നിരവധി ദ്വീപുകൾ ചേർന്ന പ്രദേശമാണ് ആൻഡമാൻസ്. ഇവൻ നിക്കോബാറും അതുപോലെ തന്നെ. ഇനി
ബേ ഓഫ് ബംഗാൾ അല്ലെ, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരമെന്ന് നമുക്ക് പരിശോധിക്കണ്ടേ? അതിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് വരാം. പലരുടെയും മനസ്സിൽ ഓപ്ഷൻ സി തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. പലരുടെയും മനസ്സിൽ ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ശ്രദ്ധിക്കാം. കടലുകൾ, സമുദ്രങ്ങൾ, ദ്വീപ സമൂഹങ്ങൾ, ആൻഡമാൻസ്, നദികൾ, മരുഭൂമികൾ, പർവ്വത ശൃംഖലകൾ. ഓർത്തോണം, പർവ്വത ശൃംഖലകൾ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ചെയിൻസ്, ഹിമാലയാസ്, ഇഷ്ടംപോലെ മൗണ്ടൻസ് അല്ലെ ഉള്ളതാണ് ഹിമാലയാസ്, അതൊരു പർവ്വത ശൃംഖലയാ. കനാലുകൾ എന്നിവയുടെ മുന്നിൽ ദി ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ദി ഹിമാലയാസ്, ദി അറേബ്യൻ സീ അല്ലെ, ദി അറേബ്യൻ സീ കടലാണ്. ദി ഇന്ത്യൻ ഓഷ്യൻ സമുദ്രമാണ്. ഓക്കെ, ദി ബേ ഓഫ് ബംഗാൾ കടലാണ്. ദി ആൻഡമാൻസ് ദ്വീപ സമൂഹമാണ്. ഓക്കെ, ദി ഇന്ത്യൻ ഓഷ്യൻ എന്താണ്? ദി ഇന്ത്യൻ ഓഷ്യൻ അത് സമുദ്രമാണ്. ദി താർ ഡെസേർട്ട് മരുഭൂമി. ദ പസഫിക് ഐലൻഡ്സ് അല്ലെ സമുദ്രമാണ്. ദി അറ്റ്ലാന്റിക് ഓഷ്യൻ സമുദ്രമാണ്. ദ നൈൽ റിവർ നദിയാണ്. ദി ബാൽക്കൻ പെനിൻസുല, അതുപോലെ ദി സൂയിസ് കനാൽ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ പറയുന്നവയുടെയൊക്കെ മുന്നിൽ ദി നമുക്ക് യൂസ് ചെയ്യാം. ദി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ താഴെ പറയുന്നവരുടെ മുന്നിൽ ദി ഉപയോഗിക്കേണ്ട, അതായത് ഒറ്റയായി നിലകൊള്ളുന്ന ദ്വീപുകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാക്കി എല്ലാത്തിലും അവയുടെ മുന്നിൽ ദി യൂസ് ചെയ്യണം. ഒറ്റയായി നിലകൊള്ളുന്ന, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡമാൻസ് എന്ന് പറയുന്നത് ദ്വീപ സമൂഹമാണ്, ഒറ്റയായിട്ടല്ല, ഒരുപാട് ദ്വീപുകൾ ചേർന്നാണ് ആൻഡമാൻസ് എന്ന് പറയുന്നത്. അതേസമയം ശ്രീലങ്ക ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ദ്വീപ് രാജ്യമാണത്, ദ്വീപ് രാഷ്ട്രമാണ്, ഐലൻഡ് നേഷൻ ആണ് ശ്രീലങ്ക. ശ്രീലങ്ക ഓൾറെഡി ഒരു രാജ്യമാണ്, ഒരേ ഒരു ഐലൻഡ് ആണ്, അവയ്ക്ക് മുന്നിൽ ദി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, ഒറ്റയ്ക്ക് നിൽക്കുന്ന പർവ്വതം. ഇപ്പോ ദി ഹിമാലയാസ് എന്ന് നമുക്ക് പറയാം, കാരണം അത് മൗണ്ടൻ ചെയിൻ ആണ്. അവിടെയുള്ള ഓരോരോ മൗണ്ടനും നുള്ളിപ്പറക്കി എടുത്ത് പറയുകയാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ നമുക്ക് ദി കൊടുക്കണ്ട. ഓക്കെ, ദി മൗണ്ട് എവറസ്റ്റ് എന്ന് പറയത്തില്ല, വെറും മൗണ്ട് എവറസ്റ്റ്. അതുപോലെ തന്നെ ഒറ്റയായിട്ട് നിൽക്കുന്ന കായലുകൾ, ഭൂഖണ്ഡം, ദി ഏഷ്യ എന്ന് പറയണ്ട, ദി ആഫ്രിക്ക എന്ന് പറയണ്ട. തെരുവ് അല്ലെ, ദി ഗാന്ധി സ്ട്രീറ്റ് എന്ന് പറയണ്ട, വെറും ഗാന്ധി സ്ട്രീറ്റ് മതി. നടവഴി, വിൽസൺ അവന്യൂ അല്ലെ, ദി ഉപയോഗിക്കണ്ട. അപ്പോ ശ്രദ്ധിക്കണം, മൗണ്ട് എവറസ്റ്റ്, ലേക്ക് സുപ്പീരിയർ അല്ലെങ്കിൽ വേമ്പനാട് ലേക്ക്, ഗാന്ധി സ്ട്രീറ്റ്, വിൽസൺ അവന്യൂ, ഏഷ്യ, ആഫ്രിക്ക, ഇവൻ രാജ്യങ്ങളുടെ പേരിന് മുന്നിലൊന്നും എന്ത് ചെയ്യണ്ട, ദി ഉപയോഗിക്കണ്ട. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയ്ക്ക് മുന്നിലൊന്നും ദി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദി ഉപയോഗിക്കേണ്ടി വരുന്ന ആ ഒരു രാജ്യത്തിന്റെ രീതി എങ്ങനെയാണ്? ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന പേരിന് മുന്നിൽ ദി യൂസ് ചെയ്യാറില്ല. എന്നാൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം ആണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. എന്നാൽ ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് ഉപയോഗിക്കണം. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എമിറേറ്റ്സ് എന്നോ അല്ലെങ്കിൽ യുണൈറ്റഡ് എന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഫെഡറേഷൻ എന്നോ ഒക്കെ കയറി വരുമ്പോൾ രാജ്യങ്ങളുടെ പേരോടൊപ്പം ദി ഉപയോഗിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാൽ പ്ലൂറാലിറ്റി, ഒരു പ്ലൂറലിസം ഫീൽ ചെയ്യുന്ന പേരുകളുണ്ട് രാജ്യങ്ങൾ. ബഹാമസ് കരീബിയൻ രാഷ്ട്രമാണ്, ദി ബഹാമസ്. നെതർലാൻഡ്സ്, ദി നെതർലാൻഡ്സ് എന്ന് പറയാം. ഫിലിപ്പൈൻസ്, ദി ഫിലിപ്പൈൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് നിലകൊള്ളുന്നവയുടെ മുന്നിൽ ദി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ഏറ്റവും പ്രധാനം, മൗണ്ടൻ ചെയിൻ ആണെങ്കിൽ മുന്നേ ദി കൊടുക്കുക, ദി ഹിമാലയാസ്. ഒരൊറ്റ മൗണ്ടൻ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ദി ഉപയോഗിക്കേണ്ട, വെറും മൗണ്ട് എവറസ്റ്റ്, വെറും മൗണ്ട് K2. ഓക്കെ എന്നേ പോകത്തുള്ളൂ. ഓക്കെ, മൗണ്ട് കാഞ്ചൻജംഗ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഓപ്ഷൻ എന്താണ്? ദി ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഇൻ ദി ബേ ഓഫ് ബംഗാൾ അല്ലെ. ഓഷ്യൻസ് അതുപോലെ സീ ഇവയ്ക്ക് മുന്നിലേക്ക് നമ്മൾ ദി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദി ബേ ഓഫ് ബംഗാൾ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹാവ് യു എവർ ബീൻ ടു നെതർലാൻഡ്സ്? Have you ever been to dash Netherlands? No article, the, a, an.
നെതർലാൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ പേരിൽ പ്ലൂറാലിറ്റി അല്ലെങ്കിൽ പ്ലൂറലിസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദി ബഹാമസ്, ദി നെതർലാൻഡ്സ്, ദി ഫിലിപ്പൈൻസ്, ദി മാൽഡീവ്സ് എന്ന് പറയും. ഓപ്ഷൻ ബി ദി ആണ് ശരി. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഒരു പ്ലൂറലിസം ഫീൽ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവയ്ക്ക് മുന്നിൽ ദി ഉപയോഗിക്കണ്ട. ഓക്കെ, സോ വളരെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ കിങ്ഡം, റിപ്പബ്ലിക്, എമിറേറ്റ്സ്, ഫെഡറേഷൻ, സ്റ്റേറ്റ്സ് എന്നീ വാക്കുകൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദി ഉപയോഗിക്കണം കേട്ടോ, ദി ഉപയോഗിക്കണം. സൂപ്പർലേറ്റീവ് ഫോം ഓഫ് നൈ ഈസ് ഡാഷ്. ഓപ്ഷൻസ് ഉണ്ട്: നൈഡസ്റ്റ്, നയസ്റ്റ്, നൈറസ്റ്റ്, നെക്സ്റ്റ്. അപ്പോൾ നൈ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് 3 പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ? അതായത് സ്മോൾ എന്ന് പറയുന്നതിന്റെ പോസിറ്റീവ് ഡിഗ്രി, അതായത് അഡ്ജക്റ്റീവ് ആണ് സ്മോൾ എന്ന് പറയുന്നത് അല്ലേ? അഡ്ജക്റ്റീവ് നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവ. സ്മോൾ എന്നത് പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി സ്മോളർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി സ്മോളസ്റ്റ്. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി സ്മോളസ്റ്റ്. ലാർജ് എന്നത് പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ലാർജർ കമ്പാരിറ്റീവ് ഡിഗ്രി, ലാർജസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണല്ലോ. ബ്യൂട്ടിഫുൾ എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ കമ്പാരിറ്റീവ് ഡിഗ്രി, മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുപോലെ നൈ എന്ന വാക്കിന് പോസിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ഡിഗ്രി നിയറർ, പോസിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി നെക്സ്റ്റ്. ശ്രദ്ധിക്കണം. നൈ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് അല്ലെങ്കിൽ നിയർ ബൈ എന്ന വാക്കാണ് നിയർലി എന്ന വാക്കാണ് വരുന്നത്. അപ്പൊ നൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾമോസ്റ്റ്, നിയർലി എന്ന അർത്ഥമാണ് വരുന്നത്. ആ നൈയുടെ കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് നിയറർ ആണ്, നിയറർ. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ട് നെക്സ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി നെക്സ്റ്റ്, ഓപ്ഷൻ ഡി നെക്സ്റ്റ്. ഓക്കെ, നൈ എന്നാൽ അടുത്തത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നൈയുടെ കമ്പാരിറ്റീവ് ഡിഗ്രി നിയറർ. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് നെക്സ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് എന്നും ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് എന്നും ഉപയോഗിക്കാം. നമുക്കിവിടെ ശ്രദ്ധിക്കാം, ഓപ്ഷനിൽ നിയറസ്റ്റ് വന്നിട്ടില്ല. നെക്സ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ്, അതാണ് നൈയുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാണല്ലോ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ദ ബോംബ് വിൽ ബ്ലാസ്റ്റ് ഡാഷ് എനി മൊമെന്റ് ഓൺ, ഇൻ, ബൈ, അറ്റ്. ദ ബോംബ് വിൽ ബ്ലാസ്റ്റ് ഡാഷ് എനി മൊമെന്റ്. എനി മൊമെന്റ് അപ്പൊ ഒരു സമയത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് ലൈവ് അറ്റ് 4 PM, ലൈവ് അറ്റ് 6 PM അല്ലെ? ഓൺ 7th March in 1989 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ടൈമിനെ നമ്മൾ സൂചിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഡേയ്സ് ആണെങ്കിൽ ഓൺ ആണ്, ഇയർ ആണെങ്കിൽ 89 അല്ലെ, ഇയർ ആണെങ്കിൽ അതിന് മുന്നേ ഇൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് കൊടുക്കേണ്ടത്? പ്രപ്പോസിഷൻ ഏതാണ്? പ്രിപ്പോസിഷൻ. നമുക്ക് ഈ പറയുന്ന ടൈമിനൊക്കെ പൊസിഷൻ ചെയ്യണ്ടേ? അതിന് മുന്നേ നമ്മൾ കൊടുക്കണ്ടേ പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ ആണോ, ഇന്നാണോ, ബൈ ആണോ, അറ്റാണോ? സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് അറ്റാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഡേയ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഡേയ്സ് ആണെങ്കിൽ ഓൺ സാറ്റർഡേ, ഓൺ മൺഡേ, ഇൻ മൺഡേ എന്ന് പറയാറില്ല. ഓൺ ചിൽഡ്രൻസ് ഡേ, ഓൺ എ ന്യൂ ഇയർ ഡേ, ഓൺ മൈ ബർത്ത്ഡേ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. അപ്പോ ഡേയ്സ് ആണെങ്കിൽ ഓൺ. ഇനി മന്ത്, ഇയർ, സെഞ്ചുറി ഇവയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻ കൊടുക്കാം. ഇൻ ദി വിന്റർ, ഇൻ ദി സമ്മർ, ഇൻ ദി പ്രസന്റ്, ഇൻ ദ വീക്ക് ബിഫോർ, ആഫ്റ്റർ, ഇൻ ദ വീക്ക് ബിഫോർ ക്രിസ്മസ്, ഇൻ ദ വീക്ക് ആഫ്റ്റർ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കണം. ഡേയ്സ് ആണെങ്കിൽ ഓൺ, അതിനുശേഷം ഡേയ്സ്
നമ്മളങ്ങനെയല്ലേ പറഞ്ഞ ഡേയ്സ്, 7 ഡേയ്സ് വരുന്നാൽ വീക്ക് അല്ലേ, അതിനുശേഷം മന്ത്, ഇയർ, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ വീക്ക്, മന്ത്, ഇയർ, സെഞ്ചുറി ഇവയുടെ മുന്നിൽ ഇന്ന് ചേർത്താൽ മതി. എന്നാൽ ടൈമാണ് അതുപോലെ അറ്റ് നൂൺ, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് സൺസെറ്റ്, അറ്റ് സൺറൈസ്, അറ്റ് ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, അറ്റ് ഡസ്ക് സന്ധ്യ, അറ്റ് എനി മൂമെന്റ്, അറ്റ് പ്രസന്റ്, അറ്റ് ദ സെയിം. സി ഇൻ ദ പാസ്റ്റ്, ഇൻ ദ പ്രസന്റ്, പ്രസന്റിന് മുന്നേ ദി ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻ ദ പ്രസന്റ്, വെറും പ്രസന്റ് ആണെങ്കിൽ അറ്റ് പ്രസന്റ്, അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അറ്റ് ഉപയോഗിക്കേണ്ട എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത്. 8ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഹിസ് ഫ്രണ്ട് സജസ്റ്റഡ് ഡാഷ് ദ പ്രോബ്ലം, സോൾവ്, ടു സോൾവ്, ഫോർ സോൾവിങ്, സോൾവിങ്. ഹിസ് ഫ്രണ്ട് സജസ്റ്റഡ് ടു സോൾവ് ദി പ്രോബ്ലം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. ആണോ? ശരിയാണോ? ഹിസ് ഫ്രണ്ട് സജസ്റ്റഡ് ടു സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് സജസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നിരിക്കുന്നത്, ഡാഷിന് മുന്നേ സജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വെർബിംഗ് ഫോർമാറ്റ് ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഹിസ് ഫ്രണ്ട് സജസ്റ്റഡ് സോൾവിങ് ദ പ്രോബ്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നതിനുള്ളിൽ അതിനേക്കാൾ നമ്മൾ അറിയേണ്ടത് ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ചില വേർഡുകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഇത് തന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും പരീക്ഷകളിൽ ചോദിക്കും. അവോയ്ഡ്, കൺസിഡർ, ഡിനൈ, ഡിസ്ലൈക്ക്, കംപ്ലീറ്റ്, ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക അല്ലെങ്കിൽ നിർത്തിവെക്കുക എന്ന അർത്ഥത്തോടു കൂടി ഗിവ് അപ്പ്. ഓക്കെ, പഠിച്ച് ഞാൻ അവസാനിപ്പിച്ചു, ഗിവ് അപ്പ് ചെയ്തു, ഇനിയില്ല. ഫിനിഷ്ഡ്, പുട്ട് ഓഫ്, പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. സജസ്റ്റ്, എൻജോയ്, പ്രാക്ടീസ്, ഫേവർ എന്നിവയ്ക്ക് ശേഷം നമ്മൾ ജെറണ്ട് ഉപയോഗിക്കണം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിനോടൊപ്പം ing ചേർക്കുന്ന ഫോർമാറ്റിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. നമ്മൾ പറയും ഐ അവോയ്ഡഡ് ഡ്രിങ്കിങ് കോഫി. ഐ അവോയ്ഡഡ് ഡ്രിങ്കിങ് കോഫി. ഓക്കെ, ഐ കൺസിഡേർഡ് ലവിങ് ഹർ. അപ്പോ അവോയ്ഡ്, കൺസിഡർ, ഡിനൈ, ഡിസ്ലൈക്ക്, കംപ്ലീറ്റ്, ഗിവ് അപ്പ്, ഫിനിഷ്ഡ്, പുട്ട് ഓഫ്, സജസ്റ്റ്, എൻജോയ്, പ്രാക്ടീസ്, ഫേവർ എന്നിവയ്ക്ക് ശേഷം വെർബിന്റെ ing ഫോം ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, choose the misspelled word. Leisure, counterfeit, fail. മിസ്പെൽഡ് വേർഡ് ആണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ഈ ഐയും ഐഇയും അല്ലേ. സോ നോക്കാം. ലെഷർ, ലെഷർ എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവ്, ആ ഒരു അർത്ഥത്തോടു കൂടി ഒഴിവ് സമയം, ആ ഒരു ലെഷർ ടൈം നമ്മൾ പറയാറില്ല. കൗണ്ടർഫെയ്റ്റ്, എന്ന് പറഞ്ഞാൽ എന്താ? അവകാശം അല്ലെങ്കിൽ അവകാശം എന്ന അർത്ഥത്തോടു കൂടി. ഫെയിൻ എന്ന് പറഞ്ഞാൽ വ്യാജം. ശരിക്കും കൗണ്ടർഫെയ്റ്റിന്റെയും ഫെയിനിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, ഫേക്ക് അഥവാ വ്യാജം. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് ഓപ്ഷൻ ബിയിലാണ്. കൗണ്ടർഫെയ്റ്റ് ഐഇ അല്ല, പകരം ഈ ഐ ആണ് കേട്ടോ. ഇതെല്ലാം ഈ ഐയിലുള്ളതാണ്, ഇതെല്ലാം ഈ ഐയിലുള്ളതാണ് എന്നുള്ള മനസ്സിലാക്കിക്കോളാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഈ ഐയിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ? ലെഷർ, ലെഷർ ഈ ഐ, കൗണ്ടർഫെയ്റ്റ് ഈ ഐ, ഫ്രൈറ്റ്, ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാർഗോ, കാർഗോ. ഓക്കെ, then ഫെയിൻ, ഫേക്ക്, എയർ അവകാശി, റെയിൻ, റെയിൻ എന്ന് പറഞ്ഞാൽ റൂൾ, ഭരണം എന്നുള്ള. അപ്പൊ ഇതെല്ലാം ഇ ഐ ആണ്. ഇനി ഇ ഐയിലുള്ള വേറെ കുറെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടോ? ഇ ഐ, സീലിംഗ് അല്ലെ, നമ്മുടെ മേലെയുള്ള സീലിംഗ്, അല്ലെങ്കിൽ കൺസീവ്, കൺസീവ് ചെയ്യുക എന്ന് നമ്മൾ പറയാറില്ലേ? ഇ ഐ ആണ്. കൺസീവിന്റെ കാര്യത്തിലും ഇ ഐ ആണ്. ഡിസീവ് ചെയ്യുക, ഡിസീവ്, ഡിസീവ് കൈൻഡ് ഓഫ് ചതി എന്ന അർത്ഥത്തോടു കൂടി. അതുപോലെ തന്നെ പെർസീവ്, റിസീപ്റ്റ്, ഒന്നും വേണ്ട, റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തെറ്റാറില്ലേ? പലപ്പോഴും റിസീവ് നമ്മൾ ചിന്തിക്കാതെ എഴുതുകയാണെങ്കിൽ നമുക്ക് റിസീവ് ഓക്കെ നമ്മൾ ശരിയായിട്ട് എഴുതുന്നിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ റിസീവ് എഴുതുന്നതിന് മുന്നേ ഇ ഐ ആണോ ഐ ആണോ എന്ന് പറഞ്ഞാൽ തെറ്റിയിരിക്കും, തെറ്റിയിരിക്കും. റിസീവ് ഐ ആണ്. റിസീവ്, റിസീപ്റ്റ്, സീലിംഗ്, കൺസീവ്, ഡിസീവ്, പെർസീവ് എന്നിവ ഈ ഐ ആണ്.
ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഐയിൽ കൊടുത്തോ. ഐയിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാവോ? അച്ചീവ്, അച്ചീവ്മെന്റ്, ബിലീവ്, അല്ലേ? അതുപോലെ തന്നെ ഹൈജീൻ, ഇതെല്ലാം ഐയിലാണ് വരുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വേണം. വെരി ഇമ്പോർട്ടൻറ്റ്. സിനോണിം ഓഫ് അബ്സോൾവ്. അബ്സോൾവ് എന്ന വാക്കിന്റെ അർത്ഥം ഇതിൽ ഏതാ? അക്യൂസ്, റെപ്രീവ്, കണ്ടോ? ഐ ആണ്. ചാർജ്, കണ്ടം. എന്തായിരിക്കും അബ്സോൾവ് എന്ന വാക്കിന്റെ സിനോണിം? അതറിയണമെങ്കിൽ അബ്സോൾവ് എന്താണെന്നുള്ള അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വേണ്ടേ? ഓക്കെ, ചെക്ക് ചെയ്യാം. അബ്സോൾവ് എന്ന് പറഞ്ഞാൽ മാപ്പാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെറുതെ വിടുക എന്ന അർത്ഥമാണ്. ഓക്കെ, സോ അബ്സോൾവ്, പാർഡൺ, ഫർഗീവ്, റിപ്രീവ്. കണ്ടോ? റിപ്രീവ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്നുണ്ട്. റിപ്രീവ്. ഓക്കെ, ഓപ്ഷൻ ബി, അതായത് പ്രസിഡന്റിന്റെ പാർട്ടണിങ് പവറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ റിപ്രീവ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി, റിപ്രീവ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അതായത് മാപ്പാക്കുക. ഇനി അഡ്രോയിഡ്. അഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ വിദഗ്ധൻ എന്ന അർത്ഥത്തോടു കൂടി. വിദഗ്ധൻ അതായത് സ്കിൽഫുൾ. സ്കിൽഫുൾ, ശ്രദ്ധിക്കേ, സ്കിൽഫുൾ, FUL, ഒരു എല്ലേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എക്സ്പേർട്ട്, കണ്ടോ? അഡപ്റ്റ്, അഡാപ്റ്റ് അല്ല, അഡപ്റ്റ്. അതുപോലെ തന്നെ പ്രൊഫഷൻ എന്നുള്ളവയുടെ അർത്ഥം വിദഗ്ധൻ എന്ന അർത്ഥമാണ് അഡ്രോയിഡ്. ഇനി ഡിഫൈൽ. ഡിഫൈൽ എന്ന് പറഞ്ഞാൽ മലിനമാക്കുക, സ്പോയിൽ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. സ്പോയിൽ, ഡിഫൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പോയിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പൊല്യൂട്ട് അഥവാ കണ്ടാമിനേറ്റ്. പ്രൊലിഫിക്. പ്രൊലിഫിക് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ, അബുണ്ടന്റ്. ഓക്കെ, അബുണ്ടന്റ് അതായത് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഫെർട്ടൈൽ എന്ന അർത്ഥത്തോടു കൂടിയാണ് അവ വരുന്നത്. ഓക്കെ, പ്രൊലിഫിക്. ദെൻ ക്വെൽ. ക്വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുക. സപ്രസ്, സബ്ഡ്യൂ, എക്സ്റ്റിങ്ക്വിഷ്. അല്ലെങ്കിൽ ക്വെൽ, അടിച്ചമർത്തുക അല്ലെങ്കിൽ അണയ്ക്കുക. നമ്മൾ പഴയ റിവോൾട്ട് ഒക്കെ പഠിക്കുമ്പോൾ ക്വെൽഡ്, സപ്രസ്ഡ് അല്ലെങ്കിൽ ആ ഒരു അർത്ഥം നമ്മൾ പറയാറില്ലേ. എക്സ്റ്റിങ്ക്വിഷ് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക, അതായത് അടിച്ചമർത്തുക എന്ന വാക്കിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വേക്ക്, അതായത് അണയ്ക്കുക. എന്തെങ്കിലും ഒരു റിവോൾട്ട്, ആ ഒരു കലാപം അണച്ചു എന്ന് നമ്മളൊക്കെ മലയാളത്തിൽ പറയാറില്ലേ. അപ്പോൾ ഒരു സിനോണിം, ഒരു വാക്കിന്റെ സിനോണിം എന്ന് പറയുമ്പോൾ അതിനോട് 100% നീതി പുലർത്തുന്ന വേർഡും അതിനോട് ചേർന്ന് പോകുന്ന മറ്റു വേർഡുകളും എല്ലാം സിനോണിംസിൽ വരും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് ഇത്രയും പഠിച്ചു വെക്കുന്നു. ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് ടെലിഗ്രാം ചാനലിലും നൽകിയേക്കാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ.